ഇച്ചാന്ന് പറഞ്ഞ കാര്യം ഇച്ചാൻ വരുമെന്ന് പറഞ്ഞോ അവരോട്? നമ്മൾ അത്രയും ചേട്ടായുടെ പരിപാടിയൊക്കെ കണ്ടിട്ട് അന്നക്കുട്ടിക്ക് ചിരി. അപ്പോൾ ആദ്യക്കൂട്ടൻ ഇന്ന് സ്കൂളിലോട്ട് പോവാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രവേശനോത്സവമായിരുന്നു കഴിഞ്ഞത്. ഇന്ന് ഫുൾ ഡേ സ്കൂളിൽ പോയി ഇരിക്കാൻ പോവാണ്. 30 പിള്ളേരുടെ കൂട്ടത്തില് അല്ലേ ആദ്യക്കുട്ട? ആദ്യക്കുട്ടന്റെ ഫസ്റ്റ് ഡേ ആണ് സ്കൂളില്. അതെ, എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോറ്, സ്നാക്സ്, വെള്ളം, ബുക്കും പുസ്തകമൊക്കെ ഉണ്ടോടി? ബുക്കും പുസ്തകമൊന്നും ഇല്ല, അതെല്ലാം ടൈം ടേബിൾ കിട്ടി കഴിഞ്ഞിട്ട് മതി എന്നാണ് പറഞ്ഞത്. ടൈം ടേബിൾ ഇവരൊന്ന് സെറ്റായി വന്നതിന് ശേഷം മാത്രമേ ടൈം ടേബിളൊക്കെ ഉണ്ടാവുള്ളൂ. അതെ. അപ്പൊ ഇതൊക്കെ എങ്ങോട്ടുള്ള പിള്ളേരാണോ വെച്ചാൽ? മരിയനിലേക്കോ? അല്ലല്ലേ? അല്ലല്ല, ഇത് മങ്ങാത്ര ഭാഗത്തേക്കുള്ള പിള്ളേരാണ്. പ്ലാസ്റ്റിക് അല്ല, പ്ലാസ്റ്റിക് റെയിൻകോട്ട്. ഇപ്പൊ എന്താ പറയാ, രാവിലെ ഇറങ്ങിയാൽ കാണുന്ന ഒരു കാഴ്ചയാണ്. പിള്ളേരെല്ലാം ഇങ്ങനെ സ്കൂൾ ബസ്സിന്റെ അകത്ത് ഇങ്ങനെ നിക്കുവാണ് വഴി കൂടെ. നല്ല മഴയാട്ടോ. എന്തായാലും ഇവരുടെ സ്കൂൾ തുറക്കുമ്പോ മഴയാണ്, അതാണ് ഒരു പ്രശ്നമുള്ളത്. അന്ന് 2 ദിവസം പോയി കഴിയുമ്പോഴേക്കും പിന്നെ പനിയായി, ചുമയായി, ജലദോഷമായി. 2 മാസമായിട്ട് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പോ ഞങ്ങൾ പനിയുടെ സീസൺ അങ്ങ് തുടങ്ങുകയാണ്. അതല്ല, ഇവക്ക് പനി പിടിച്ചു കഴിഞ്ഞാൽ അവക്കും പനി പിടിക്കും. എന്റെ കുട്ടിക്ക് വരും, പിന്നെ ഞങ്ങൾക്ക് വരും. ഞങ്ങളെല്ലാം ഈ അവശ്യകലാ വല്ലഭന്മാരായത് പെട്ടെന്ന് ഓരോന്ന് കേറി പിടിക്കും. അപ്പൊ ഞങ്ങള് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫുൾ ഡേ ഇരിക്കണം, 3:30 വരെ ഉണ്ട്. അപ്പൊ കുറച്ച് ദിവസത്തേക്ക് പിന്നെ ഞങ്ങൾ കൊണ്ടുവിടുവാണ്. അത് കഴിയുമ്പോ വണ്ടിയൊക്കെ മാറ്റണം എന്നാണ് വിചാരിക്കുന്നത്. ഈ മഴയെ പിടിച്ച് ജീപ്പാ നമ്മുടെ ഇതിലെ വരുന്നത്. ബസ്സാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഫുള്ള് കവറിങ് പേടിക്കണ്ടായി. പിന്നെ നമുക്ക് നോക്കാം, എങ്ങനെയാന്ന് അറിയത്തില്ല. ഇവന് ഒരു സ്വയം പര്യാപ്തമാവണല്ലോ. അതെ, ഇപ്പോഴും നമ്മളിങ്ങനെ കൊണ്ടു നടന്ന് ശീലിച്ചാ പോരല്ലോ. അതെ. അപ്പൊ അങ്ങനെയാണ്. ഇന്ന് കഴിക്കോ കുടിക്കോ ഒന്നും അറിയത്തില്ല, അതിനൊന്നും സാധ്യത കാണുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 5-6 പിള്ളേരുള്ളതുകൊണ്ട് ശ്രദ്ധ കൂടുതൽ കിട്ടുമായിരുന്നു. ഈ പ്രാവശ്യം 30 പേരുള്ളതുകൊണ്ട് അത്രയൊന്നും ശ്രദ്ധിക്കാൻ അവർക്ക് സമയം കിട്ടത്തില്ല. അത് ഉറപ്പല്ലേ. ഇപ്പൊ നമുക്ക് അവരെ പറഞ്ഞു കിട്ടുമെന്ന് പറയാൻ പറ്റില്ലല്ലോ, കാരണം അങ്ങനെയാണ്. പിന്നെ എല്ലാവരും ഏജിലുള്ള ഇച്ചിരി ഏജ് കുറഞ്ഞതും ഇച്ചിരി ഏജ് കൂടിയതും ഇച്ചിരി മാസങ്ങൾ വ്യത്യാസമുള്ള പിള്ളേരായിരിക്കും. അപ്പൊ എല്ലാത്തിന്റെയും കുരുത്തക്കേടുകളൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും. ഇവരെ സത്യം പറഞ്ഞാൽ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അവരെ നമുക്ക് ഒരാളെ 2 മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ ഇത്രയും പേരെ അവര് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിക്കണം, കാരണം ഭയങ്കര പാടാണ്. അതെ അതെ. അപ്പൊ ഇച്ചിരി ആദ്യത്തെ തുടക്കത്തിലാണ് ഏറ്റവും പാട്. ഇച്ചിരി കഴിഞ്ഞ ഇവര് പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ അവര് ചെയ്യാൻ തുടങ്ങി. സ്കൂൾ ബസ് പോകുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നല്ല മഴയാട്ടോ ഇന്ന്, നല്ല മഴയുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത അറിയാലോ, ഇടുക്കിയില് മഴയോടൊപ്പം മഞ്ഞും നല്ലപോലെ കാണിച്ചു തരാറ്. കണ്ടോ, മഞ്ഞി കുളിച്ച് നിൽക്കുവാണ്. നമ്മുടെ ഗ്ലാസ് ഒക്കെ മൂടിപ്പോയി, അതുപോലെ മഞ്ഞാട്ടോ. കാലാവസ്ഥ ഒരു തെളിച്ചവും ഇല്ല, എല്ലായിടത്തും വെള്ളം കെട്ടിക്കിടക്കും. അതുകൊണ്ടോ മഞ്ഞ് കാരണം നമ്മള് വീടിനകത്തൊന്നും ഇരുന്നിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ചൂടൊന്നുമില്ല. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഭയങ്കര തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് തന്നെ നല്ല ചുമയും ജലദോഷം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കണ്ടോ മഞ്ഞ് കണ്ടോ കിടക്കുന്നുണ്ട്, ഭയങ്കര മഞ്ഞാട്ടോ. അല്ല, എല്ലായിടത്തും മഴ ഉണ്ടാവും, പക്ഷെ മഞ്ഞുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. മഞ്ഞ് കൂടുതൽ എനിക്ക് തോന്നുന്നു ഇടുക്കിയിലേ കാണുള്ളൂ. അതുകൊണ്ട് ആദ്യക്കൂടെ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത്. സ്വെറ്റർ ഇടേണ്ടതായിരുന്നു. പിള്ളേരാണല്ലോ, സ്വെറ്ററൊക്കെ ഇടേണ്ടതായിരുന്നു. പിന്നെ ഇതെല്ലാം കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവന് ബാത്റൂമിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എന്തേലും ഇച്ചിരി വെള്ളമൊക്കെ ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ കുടിക്കുമ്പോൾ അതിന് മേളിലേക്കൊക്കെ വീണ് അളിഞ്ഞു വിളിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇടിപ്പിക്കാത്തത്. ഒരു തൊപ്പി മാത്രം വെച്ചു. എന്നാൽ ഈ തൊപ്പി ഇടയ്ക്ക് കയറി പോകുമ്പോൾ ഒരു തൊപ്പിയും കൂടെ മേടിക്കണം. ഇങ്ങനെ ഫുൾ കവറുള്ള ഒരു തൊപ്പി മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സ്കൂളിൽ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ ദിവസം വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. വണ്ടി തിരിക്കും, ഇങ്ങോട്ട് തിരിയുമ്പോൾ പറയും പോകണ്ട എന്ന് പറയല്ലേ ആയിക്കോട്ടെ. പിന്നെ ഞാനൊന്നും കഴിഞ്ഞ പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് പോയിട്ട് വന്നാ. ഇപ്പൊ ഈ പ്രാവശ്യം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സ്കൂളും അടിപൊളിയാന്നേ.
പിന്നെ ഈ പ്രാവശ്യം വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനുണ്ട്, അതാ പ്രശ്നം. അയ്യോ ഇഷ്ടം കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ചുമ്മാ പോയി വന്നാൽ മതി, കിടന്ന് ഉറങ്ങായിരുന്നു. ഉച്ചയ്ക്ക് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞത്, സ്നാക്സ് അല്ല ചോറുണ്ടിട്ട് ഉറങ്ങണം എന്നാണ് എന്നോട് പറഞ്ഞത്. അവന് ഓൾറെഡി അറിയാലോ അവിടുത്തെ കാര്യങ്ങള്. അപ്പൊ പ്രീ കെ ജിയിൽ എങ്ങനെയായിരുന്നോ അതുപോലെയാണ് ഇപ്പോഴെന്നാണ് വിചാരം. പ്രീ കെ ജി ഫുള്ള് കളിയായിരുന്നു. ഇപ്പൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിയൊക്കെ മാറും, കളി മാറി കാര്യമാവും. കേട്ടോ അമ്മാവൻ കഴിച്ചാ ഉറങ്ങണം. അതാ പറയുന്നത്. പോയടാ പെട്ടടാ നീ പെട്ട് എന്തോ എക്സ്ട്രാ ഒരു ടാഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ടാഗ് ഒക്കെ ഉണ്ട്. ID കാർഡാണ് ഇവരുടെ ഒറിജിനൽ ID കാർഡ് അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ID കാർഡാണ്. ഒറിജിനൽ കിട്ടുന്നതേ ഉള്ളൂ. ID കാർഡിൽ അവന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ID കാർഡാണ്. അതൊക്കെ വരുന്നതേ ഉള്ളൂ, കിട്ടുന്നേ ഉള്ളൂ. അപ്പൊ പിന്നെ നമ്മള് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് കുറെ ബസ് ഉണ്ടല്ലേ, മരിയന്റെ ബസ്സാണോ? മരിയന്റെ ബസ് അല്ല അത്, അല്ലേ സരസ്വതിയോ? മരിയൻ ബസ്. അപ്പൊ ഞങ്ങൾ സ്കൂളിൽ എത്താനായി. ഇനി നമുക്ക് സ്കൂളിൽ എത്തിയിട്ട് കാണാം അല്ലെ? സ്കൂളിൽ എത്തിയിട്ട് ഇങ്ങനെ ഇറക്കി വിട്ടേച്ച് വന്നിട്ട് ഇവന്റെ അവസ്ഥ എന്നാന്ന് പറയാൻ ചിലപ്പം അയ്യോ പറയല്ലേ, അയ്യോ എന്ന് വെക്കല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര വെള്ളമായിരുന്നു. ഈ പ്രാവശ്യം അങ്ങനത്തെ ഒന്നും കാണാൻ സാധ്യത കുറവാണ്. കാരണം തുടക്കത്തിലുള്ള പിള്ളേർ ആദ്യമായിട്ട് വരുന്ന പിള്ളേരൊക്കെയാണ് ചിലപ്പോൾ. അവിടുത്തെ പിള്ളേര് ഇപ്പൊ ഇരിക്കുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ പ്രീ കെ ജിയിലും അംഗൻവാടിയിലൊന്നും പോവാത്ത പിള്ളേര് ഫസ്റ്റ് ടൈം ആയിട്ട് വന്നതാണെങ്കിൽ ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കും. അത് കണ്ടിട്ട് ഇനി വല്ല പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയത്. അതെ അതെ, എന്നാലും 9 രൂപ സമയം 9:17 9:15 പറഞ്ഞത് ഞാൻ ഓർത്ത. 9:15 വന്ന് 9 രൂപ ആകുമ്പോഴത്തേക്കും കൊണ്ട വിട്ടിട്ട് തിരിച്ചു കയറി പോരാല്ലോ. പിന്നെ പിള്ളേരധികം വരികയില്ല. കരച്ചിലുള്ള പിള്ളേരൊക്കെ പതുക്കെ വരുമ്പോഴത്തേക്കും എന്തായാലും ഒന്ന് നോക്കാം ഇന്ന് എങ്ങനെയാവും. കാണുമ്പോഴായി കരയാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നത്. അതെ അതെ, എന്തായാലും നോക്കട്ടെ. പോകുന്നു, കുഴപ്പമൊന്നുമില്ല. കാറ്റൊക്കെ തന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ. വണ്ടികളെല്ലാം ബസ്സെല്ലാം ഒരുമിച്ച് ഒരേ സമയത്ത് വന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു. കുഴപ്പമില്ല, കയറി പോകുന്നുണ്ട്. നല്ല മഴയാണ്, കൊണ്ടുവിട്ടിട്ട് കയറി വരുന്നുണ്ട്. കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. തിരിക്കാനോട് പരിപാടി മൊത്തം തുടക്കാം. നീ ഇരിക്കുന്ന മൊത്തം വെള്ളമാ. എന്നാ പറയുന്നു? ആദ്യം എന്നാ പറയുന്നു? ആദ്യം എന്നാ പറയുന്നു? എല്ലാവരും അപ്പനും അമ്മയും വന്നിട്ടുണ്ടേ കൊണ്ടുവിടുന്നവരുടെ. അവര് ഒരു ബലൂൺ കൊടുത്ത് വെൽക്കം ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറ്റുന്നത്. ആണോ? എന്നിട്ട് അവിടെ കൊണ്ടിരുത്തും ഒരു ബെഞ്ചയില്. ബാഗ് മേടിച്ച് അവിടെ കൊണ്ടുവെക്കും. അങ്ങനെ ഓരോരുത്തരെ എല്ലാ ടീച്ചേഴ്സും അതിനുള്ളിൽ തന്നെ ഉണ്ട്. അതിനകത്ത് തന്നെ ഉണ്ടോ? കാരണം ആദ്യമായിട്ടല്ലേ പിള്ളേര് വരുന്നേ. കരയുന്നുണ്ടായിരുന്നു. ഞാൻ കൊണ്ടുവിട്ടപ്പോ ആരും കരയുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അവനോട് കാറ്റൊക്കെ പറഞ്ഞാൽ എനിക്ക് കാറ്റൊക്കെ തന്നു കേട്ടോ. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചേരം അവിടെ നിന്നു. വേറെ പിള്ളേരൊക്കെ ഇങ്ങനെ കയറ്റി വിടുന്നുണ്ട്. കുറെ പിള്ളേര് കയറി പോകുന്നില്ല. അപ്പോഴേക്കും അതിനുള്ളിൽ നിന്ന് 2-3 പേരുടെ കരച്ചില് കേട്ടു. ഞാൻ അന്നേരം പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി പോന്നു. ഞാൻ അവിടെ നിൽക്കുന്ന കണ്ടാൽ ചിലപ്പോ ആ കരച്ചിലും കൂടെ കേട്ട് കഴിയുമ്പോ അവൻ എന്റെ കൂടെ നിൽക്കുന്നില്ല. പിന്നെ കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നു. നമുക്ക് ഇനി വൈകുന്നേരം കാണാം ഇതിന്റെ ബാക്കി ഞാൻ കണ്ടു നാനവാതിൽ കണ്ടു. വൈകിട്ട് കാണാം കേട്ടോ. എന്നാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് വൈകിട്ട് അറിയാം. മറച്ച് പിള്ളേരായി കാണുമല്ലോ അതിനകത്ത്. അതെ 9:20 ആയല്ലോ. അപ്പൊ ഓക്കെ ബൈ. നല്ല മഴയാ, പെരുമഴ. എന്തായാലും വരുമ്പോഴേക്കും നനഞ്ഞു കുളിക്കുന്നത്. സോക്സ് ഒക്കെ ഇട്ട് മൊത്തം കുതിരുന്നാ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നനഞ്ഞോ? ഇപ്പിച്ചിട്ട് നനഞ്ഞു. എടുത്തോണ്ട് പോയാൽ മതി. കൊട വേണം, കൊട പിടിച്ച് എടുത്തോണ്ട് പോയാൽ മതിയായിരുന്നു. അല്ല അങ്ങനെ നനഞ്ഞൊന്നല്ല, ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട്. ഒരാള് വന്നതും ഇത് ആദ്യനെ കാണിച്ചെന്ന് പറഞ്ഞു നിൽപ്പുണ്ട്. ആദ്യം എന്തിയാടാ എന്നോട്ട്? ആദ്യം എന്ത് പൊന്നെ എന്തിയാടാ? എന്തിയാ ആദ്യ? ഇത് കിട്ടി. ഇനി ആദ്യം ഒന്നും വേണ്ട. തൊപ്പി മേടിച്ചതാണ്. തൊപ്പി കൊടുത്തു വിട്ടപ്പോ അതുകൊണ്ട് പോവാ. ആദ്യം എന്തിയാടാ? എവിടെ പോയി? ആദ്യം തോപ്പാടിച്ചു പോയോ? തന്നെ പോയോ? ഓ തന്നെ പോയെന്ന് ആദ്യം തോപ്പാടിച്ച്. നിന്റെ പൊന്നെ എന്നെ കെട്ടി പുതിയ തൊപ്പിയൊക്കെ വെച്ചത് ചിരിക്കുന്നു. അന്നോട്ടി അത് ചിരിച്ചാടി. അന്നോട്ടി നീ നോക്കിയേ. ഹായ് വന്ന്. അയ്യോ ചിരി.
ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യഘട്ടം വരുന്നത് നോക്കി എല്ലാവരും നോക്കി. അതെ, ആദ്യഘട്ടം നമ്മൾ ജീപ്പിന് അവിടെ നിന്ന് കയറ്റി വിടാന്ന് പറഞ്ഞു. മമ്മിയാണ് അവിടെ നിന്ന് നോക്കി നിൽക്കുകയാണ്. കുറേ സമയമായി വീണ്ടും വാതിക്കൽ നിന്ന് മമ്മി നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ പൊന്നെ, അതായത് ഞങ്ങള് ഇന്ന് ഉച്ചക്ക് അതെ അതെ എല്ലാവരും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ, സ്കൂളിൽ പിള്ളേർ. വരുന്നുണ്ട് ജീപ്പ് വരുന്നുണ്ട്. ദാ വരുന്നു ആദിക്കുട്ടൻ. ഗൈസ് ദാ വരുന്നു ജീപ്പ് കേട്ടോ. ആദിക്കുട്ടൻ കരഞ്ഞോണ്ടോട്ടോ വന്നത്. ആദ്യമായിട്ട് കയറുന്നില്ലേ, അപ്പൊ കയറിയിരുന്നപ്പോ പേടി. എന്നും കാറയിൽ കയറി ഒരു ഓട്ടോയെ പോലും കയറിയായിരുന്നു. സാരമില്ലടാ, സാരമില്ല, പൊക്കോട്ടോ. ഭയങ്കര സങ്കടമാണ്. അതാ പറഞ്ഞു ഇച്ചാനെ കണ്ടു. ഇച്ചാന്ന് പറഞ്ഞ കാറി ഇച്ചാൻ വരുമെന്ന് പറഞ്ഞോ അവരോട്? നമ്മൾ അത്രയും ദിവസം അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടിരുന്നതല്ലേ, അതുകൊണ്ട്. അതല്ലേ നാളെ തൊട്ട് വണ്ടിക്ക് പൊക്കോട്ടോ. അപ്പൊ കൊച്ചു 2 ദിവസം കഴിയുമ്പോ കൊച്ചു ശരിയാവും. പേടിങ്ങ് മാറും. ഓക്കെ ഇല്ലേ? കൊണ്ടുവിടണോ? നമുക്ക് പോവാം. സങ്കടമാണോ? നോക്കി ആരുമില്ലേ, വാ പോവാ, നമുക്ക് വീട്ടിൽ പോവാട്ടോ. ഒന്നും പഠിച്ചില്ലേ? അമ്മമ്മ കഴിച്ചോ? മമ്മി അവിടെ നോക്കി നിൽക്കുന്ന കണ്ടോ? ടീച്ചറിന് മടിയിലല്ലേ ഇരുന്നേ? വേണ്ടേ? ടീച്ചർ പാവല്ലേ? ക്ലാസ്സിലുള്ള 2 പിള്ളേരുണ്ട്. അവരൊക്കെ പിന്നെ പൊക്കോണ്ടിരിക്കുന്നവരാ, അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ലേ. അല്ല, അതിലൊരു കൊച്ചു ആദ്യമായിട്ട്. എന്നാലും പക്ഷെ അവൻ വേറെ വണ്ടികളെ കയറി ശീലിച്ചിട്ടില്ല. അതെ അതെ, അവൻ അന്നക്കുട്ടിയാണെ ഇരുന്ന് പോരും, പ്രശ്നമില്ല. അന്നക്കുട്ടിയാണെ പ്രശ്നമില്ല, അവിടെ ഇരുന്ന് പോരും. അതെ അതെ, ആദ്യക്കൂട്ടം പാവം. സാരമില്ല കേട്ടോ, സാരമില്ല. ഇച്ചായം കൊണ്ടുവിട്ടാ പറഞ്ഞേ. ചക്കരേ ടീച്ചർ കയറ്റിക്കൊണ്ടേ പോരാൻ പറ്റുള്ളൂ, തൂക്കിയെടുത്ത് കൊണ്ടുവരാനല്ലേ പറ്റുള്ളൂ. ടീച്ചറെ മടിയിലിരുന്നാ വന്നേ. ടീച്ചറ് അത് കണ്ടുള്ളാന്ന് തോന്നുന്നു. സങ്കടപ്പെടണ്ട കേട്ടോ, ചിരിച്ചേ. ചിരിച്ചടി എന്നാ പഠിപ്പിച്ചത്? ഒന്നും പഠിപ്പിച്ചില്ല. പാട്ട് പഠിപ്പിക്കുന്ന ഞങ്ങള് കണ്ടല്ലോ, വീഡിയോ കണ്ടായിരുന്നല്ലോ പാട്ട് പഠിക്കുന്നത്. അമ്മമ്മ ഉണ്ടോ? ഇല്ലേ, അമ്മമ്മ ഉണ്ടില്ലേ? അതിനെ പറ്റി വിഷമമായിരുന്നോ? ഭയങ്കര വിഷമമായി. പാത്രത്തിൽ നോക്കട്ടെ. ഇവിടെ നിക്കാവോ? ഇവിടെ നിക്കല. നമുക്ക് കേറി പോവാ. ചെളിയാവൂടാ, സ്കൂളിലൊക്കെ ഇട്ടതല്ലേ. എന്നാലും ഇവിടെ മണ്ണി വെക്കണ്ട, മണ്ണി വെച്ചോ. അപ്പൊ ശരി, ടാറ്റ ബൈ ബൈ പറഞ്ഞേടാ. കൊടുക്കാവോ? ഇല്ല, കണക്കാണ് കേട്ടോ, കണക്കായതുകൊണ്ട്. ഓ പറഞ്ഞപ്പോ അങ്ങ് പിണങ്ങിയേ, ചിരിച്ചോണ്ടിരിക്കുവായിരുന്നേ. അത് വെക്ക്, നോക്കടാ. അന്നക്കുട്ടിക്കാണ് ചിരി വരുവാ കേട്ടോ. അന്നക്കുട്ടി ഇതൊക്കെ കണ്ടിട്ട് നേരത്തെ പിള്ളേരുണ്ട്, ചേട്ടായുടെ പരിപാടിയൊക്കെ കണ്ടിട്ട് അന്നക്കുട്ടിക്ക് ചിരി. നിനക്ക് ചിരി, എനിക്കിവിടെ വിഷമോ അല്ലേ, പ്രാണവേദന. ദൈവമേ, സ്കൂളിൽ പോയി തന്നെ വന്ന് നാളെ തൊട്ട് തന്നെ പോണേ. നാളെ ചോക്ലേറ്റ് തന്നുവിടാം. ഇച്ചാ തന്നുവിടാ, എല്ലാവർക്കും കൊടുക്കാം. എന്റെ ബലൂൺ എന്തിയ കൊച്ചിന് കിട്ടി? ബലൂൺ എന്തിയെ? പൊട്ടിയോ? അയ്യോ, പൊട്ടി പോയി. ഇച്ചായ നാളെ ചോക്ലേറ്റ് മേടിച്ചു തന്നുവിടാവേ. ഇപ്പൊ കയറുമ്പോ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ.
ബലൂൺ മേടിച്ചു തരാവേ. മേടിച്ചു തരാം കേട്ടോ. ബലൂൺ മേടിച്ചു തരാം, ചോക്ലേറ്റ് മേടിച്ചു തരാം. ഓക്കെ ഓക്കെ. നാളെ ജീപ്പിന് പൊക്കോളൂല്ലേ? അതിനാ പിണങ്ങിയോ? ആരോട് പിണങ്ങി? ആദിക്ക് പേടിയാണോ? ആദ്യം പേടിയൊന്നുമില്ല. ആദ്യം മിടുക്കനോ? ഇല്ലെന്നേ. ഇരിക്കുമ്പോഴേ തുറന്നു കിടക്കുമല്ലേ ജീപ്പിന്റെ കൂടെ. ആദ്യമൊക്കെ അവൻ പേടിയാണ്. ശരിയായിക്കോളൂ കേട്ടോ. നമ്മക്കാണെ പോലെ ജീപ്പിന്റെ പുറകെ ഇരിക്കുമ്പോ ഒരു ബസ്സിനകത്തിരിക്കുന്ന എല്ലാത്തിനകത്തിരിക്കുമ്പോഴേ എങ്ങനെയാ? നിറച്ച പിള്ളേരുണ്ട്. 2-3 വലിയവരും ഉണ്ട്. എന്നാ വാ കയറിപ്പോ, നമുക്ക് കഴിക്കണ്ടേ? കുളിക്കണം. ടീച്ചർ കുളിച്ചില്ലേ? ആണോ? എന്നാ വാ കയറിപ്പോ.